നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴേ വടക്കാഞ്ചേരി കൊടുമ്പുള്ള ചാത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു ചിറ ഉണ്ടല്ലോ, പൂർണ്ണമായി ജലസേചനത്തിന് വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ട് ഉള്ളതായിരുന്നു. ഇപ്പോൾ ചെങ്കല്ലൊക്കെ ചോർന്നിട്ട് സിമെൻറ്റ് കൊണ്ട് കെട്ടിയിട്ട് പുതുക്കി പണിതുണ്ട്. ഇതിന് വെള്ളം ചാടിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇവിടെ കുളിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല വഴുക്കലുള്ള പാറകളാണ്. അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഇങ്ങോട്ട് വരിക. വെള്ളം പതഞ്ഞ് ഒഴുകുന്നത് നമുക്ക് കാണാം. മൺസൂൺ സീസണിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുറ്റും കാണുന്ന പച്ചപ്പും മലനിരയും അതിൻ്റെ ഇടയിൽ തടാകവും കാണാൻ പ്രത്യേക ഭംഗിയായിട്ട്. നമ്മുടെ ഈ ചെക്ക് ഡാമില്ലേ, അതിൻ്റെ അവിടുന്ന് ചെറിയൊരു ട്രക്കിംഗ് പാത്ത് പോലെ പോകുന്നുണ്ട് കേട്ടോ, കാടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ആ ട്രക്കിംഗ് പാത്തിലൂടെ കടന്നു വന്നിട്ട് ഈ പാറയുടെ മുകളിൽ എത്തിയിട്ടാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ പിറകിൽ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ആ വഴിയിൽ കണ്ട് നടന്നു വന്നത് ഇതുപോലത്തെ ഒരു പാറ കൂട്ടത്തിൻ്റെ മുകളിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ ഉണ്ട്. നല്ല പച്ചപ്പും നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും കാറ്റുള്ളതുകൊണ്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ നല്ല അടിപൊളി കള്ളിമുൾച്ചെടി നിൽക്കണം. അതിൻ്റെ ഇടയിലൊക്കെ ബിയർ കുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ കള്ളിമുൾച്ചെടി വെച്ച് പിടിപ്പിച്ചതോ അതോ തന്നെ വന്നതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഒരു അത്ഭുത കാഴ്ച തന്നെയാണിത്. ഇവിടെ ചുറ്റുപാട് മക്കേഷ്യ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മളേ ആ ട്രക്കിംഗ് പാത്തിൽ നിന്ന് നടന്നിട്ട് തിരിച്ചു വന്നിരിക്കട്ടെ. ഇവിടെ ആളുകളെ ഉച്ചയായപ്പോൾ കുളിക്കാനും അതുപോലെ തുണി തിരുമ്പാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു, അവർ തിരിച്ചു പോയി. അടുത്ത ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ മുകളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് കിടക്കാം. വഴുക്കലൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് വേണം കിടക്കാൻ. വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് കയറിയിട്ടാണ്. ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. വെള്ളം മഴക്കാലത്ത് ഇങ്ങനെ പതഞ്ഞൊഴുകട്ടോ. ഒരു പാലരുവി പോലെ വെള്ളം പതഞ്ഞൊഴുകും. നമ്മൾ സിനിമാറ്റിക് രീതിയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടന്ന് വന്നിട്ട് മുഖം ഒന്ന് കഴുകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ മുഖം കഴുകുമ്പോൾ നല്ല തണുത്ത നല്ല അടിപൊളി ഫ്രഷ് വാട്ടറാണ്. അതുപോലെ തന്നെ മുഖം കഴുകുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും. നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് കയറി പോരാനായിട്ട് തോന്നണില്ലേ. നമ്മളത് കൂടെ നടക്കുമ്പോൾ ചെറിയ മീനൊക്കെ വന്നിട്ട് നമ്മുടെ കാലുമ്മ കടിക്കുന്നുണ്ട്. അതുപോലെ കാലിൻ്റെ മുകളിൽ നല്ല തണുത്ത വെള്ളം തട്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നല്ല കിടു വൈബുള്ള ഒരു പ്ലേസ് തന്നെ കേട്ടോ ഈ ചാത്തഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. അടിപൊളിയാണ്. മൺസൂൺ മാസത്തിലുണ്ടല്ലോ, അതുപോലെ ഓണ സമയത്തിൽ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കണ സമയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ചാത്തഞ്ചിറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറൊരു വൈബാണ്, വേറെ ലെവലാണ്. വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകണത് കണ്ടില്ലേ. ഇവിടെയൊക്കെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാം. ചെറിയ വഴുക്കലുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിറ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകണം. അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഈ ചെറിയൊരു ചെക്ക് ഡാമില്ലേ, ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കാഴ്ചകൾ അതിലും മനോഹരമായിട്ടാണ്. നല്ലൊരു തടാകം, അതിന് ചുറ്റും മലനിരകൾ, ചുറ്റും നല്ല മരങ്ങളും നല്ല പച്ചപ്പും, കിളികളൊക്കെ നന്നായി പാറി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ. മനോഹരമായിട്ടുള്ളൊരു ഗംഭീര കാഴ്ച തന്നെയാണ്. വേറെ ലെവല് വൈബ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു പ്ലേസാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടും മതി വരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ആ വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി റീഫ്രഷായി. ചെറിയൊരു മഴക്കാർ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള ഒരു
ശ്രമത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്ത് കാഞ്ഞിരക്കോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഗംഭീരമാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിലൂടെ കാട്ടിലേക്ക് ഒന്ന് ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പാറക്കൂട്ടത്തിൻ്റെ അവിടെ എത്തും. മഞ്ഞുള്ള സമയത്ത് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബായിരിക്കും. അപ്പോൾ മനോഹരമായ കുഞ്ഞ് വീഡിയോസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.